ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് മുരുടേശ്വറിലാണ്. ഇവിടെ പുറകെ കാണുന്ന ശിവൻ്റെ സ്റ്റാച്ചു ഇല്ലേ, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്ചു എന്നറിയപ്പെടുന്നത്. പിന്നെ ആ ഗോപുരം, അതും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോപുരമാണ്. ഇത് കവർ ചെയ്തേക്കുന്നത് മൂന്ന് സൈഡിൽ നിന്നും നമ്മുടെ കടൽ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഫ്രണ്ട് സൈഡ്, ഈ സൈഡിലും ബാക്കിലും, ഇനി ആ ശിവൻ്റെ സ്റ്റാച്ചുവിൻ്റെ അപ്പുറത്തും കടലാണ്. അപ്പോൾ ഇത് ഒരു 3 സൈഡും കവർ ചെയ്യുന്ന സ്ഥലത്താണ്, ആ കുന്നിൻ്റെ മുകളിലാണ് ആ സ്റ്റാച്ചു കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അവിടെ പോയി നോക്കിയാലോ ജിങ്കി? അവിടെ എന്തോ അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്, പോയി നോക്കട്ടെ, വാ. എന്താ മീൻ ഇത്? ബ്ലാക്ക് സ്നൈപ്പറാ? ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അമ്പലത്തിൻ്റെ ലെഫ്റ്റ് സൈഡുള്ള ബീച്ചിലാണ്. ഈ ബീച്ചിൽ മെയിനായിട്ട് മീൻ പിടിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആ കടകളൊക്കെ കൂട്ടി, എന്താണ് കാരണം? അതൊരു 15 ദിവസം മുമ്പ് 4 പിള്ളേർ ഇവിടെ കടലിലിറങ്ങിയ ആൾക്കാർ മുങ്ങി മരിച്ചു. ബോട്ടിങ്ങെല്ലാം സ്റ്റോപ്പ് ചെയ്തു, ആ കടലിൻ്റെ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഇനി 10-15 ദിവസം കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കുള്ളൂ. സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന പിള്ളേരായിരുന്നു. ഇപ്പോൾ ഇതിലേക്കാണ് പോകുന്നത്, ബീച്ച് റെസ്റ്റോറൻറ്റ്. സ്ഥലം ഉണ്ടെങ്കിൽ കയറാം, തിരക്കാന്ന് തോന്നുന്നു. ഞങ്ങളിവിടെ വന്നായിരുന്നു, ഭയങ്കര മുട്ടം തിരക്കും. ഞാൻ മലയ്ക്ക് കയറി പോകണം, സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലാണ് വലിയ അമ്പലം പണിതേക്കുന്നത്. ഉള്ളതല്ലേ ബീച്ചിൻ്റെ നടുക്കൊരു ഇതാണ് ആർ.എൻ. ഷെട്ടിയുടെ സ്റ്റാച്ചു. ഈ ആളാണ് ഈ മുരുടേശ്വറിലെ ഈ അമ്പലം ഇതിൻ്റെയൊക്കെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് പണിതത്. ആളിവിടെ തന്നെ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് ടൂറിസമിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുടെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം. ഇവിടെ തന്നെ ചുറ്റിലും കാണുന്ന കുറേ എന്താ പറയുക, ഹോട്ടൽസ്, പിന്നെ RNS റിസോർട്ട്സ്, പിന്നെ നവീൻ റെസ്റ്റോറൻറ്റ്, നമ്മൾ കടലിൻ്റെ അവിടെ കണ്ടില്ലേ, എല്ലാം ആളുടെയാണ്. പിന്നെ ഞങ്ങളിവിടെ മെയിനായിട്ട് കണ്ടത്, ഇവിടെ ശിവൻ സ്റ്റാച്ചു ഇല്ലേ, അതിൻ്റെ താഴെ ഒരു ഗുഹയുണ്ട് ആർട്ടിഫിഷ്യലായിട്ട് പണിതത്. മെയിനായിട്ടത് ഇവിടെ ശിവത്തിൻ്റെ ഒരു ഐതിഹ്യം വന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റാച്യൂസ് പണിതിട്ടുണ്ട് അകത്ത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉത്ഭവിച്ചതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഈ ഒരു മുരുടേശ്വർ കൂടാണ്ട് 4 സ്ഥലത്ത് അങ്ങനെ എന്തോ ഐതിഹ്യമുണ്ട്. അപ്പോൾ അത് ലാസ്റ്റത്തെ ഒരു സ്റ്റാച്യൂവിൽ കാണിക്കുന്നുണ്ട്, ഏതൊക്കെ സ്ഥലത്താണ് ഇവരുടെ ശിവൻ്റെ അമ്പലം, ഫേമസ് ആയിട്ടുള്ള ശിവൻ്റെ അമ്പലം